ഫവാസ്, എൽ ഡി എഫിൻ്റെ ഈ പ്രാവശ്യത്തൊരു നാണംകെട്ട തോൽവിക്ക് ശേഷം CPIയിലെ 7 MLA മാർക്കും കടുത്ത അതൃപ്തി തന്നെയാണ് CPMനോട് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഒരു ഭരണ സംവിധാനത്തോടുള്ളത്. ഉം. അത് പലരും പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ പേരാമ്പ്രയിൽ മത്സരിച്ച് തോറ്റ TP രാമകൃഷ്ണനാണെങ്കിലും കൃത്യമായിട്ടും തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. CPM ബംഗാൾ പോലെ ആകുമെന്ന് നല്ല ഭയമുണ്ട്. അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, എല്ലാ രീതിയിലും CPMൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് അതിനകത്തുള്ള നേതാക്കന്മാർ തന്നെ പരസ്യമായിട്ട് പുറത്തു വന്ന് പറയേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം അതിനിടയിലാണ് നമ്മുടെ AN ഷംസീർ ശരിക്കും ഒരു കഴിഞ്ഞ ടേമൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കർ ആവുന്നതിന് മുന്നത്തെ ഷംസീറിനെ നോക്കിക്കഴിഞ്ഞാൽ സൈബർ പോരാളിയായിരുന്നു അദ്ദേഹം. സൈബർ പോരാളി മാത്രമല്ല, CPMന്റെ ഏറ്റവും നല്ല പ്രവർത്തകനായിരുന്നു. പക്ഷെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളാണ്. താഴ്ത്തിക്കളഞ്ഞത് മരുമകന് ന്യായീകരണത്തിന് വേണ്ടി മാത്രം വിട്ടുകൊടുക്കുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്പീക്കർ എന്ന പദവിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു നല്ല പക്വമായിട്ടുള്ള പിണറായി വിജയനോട് പലപ്പോഴും ഒരു വിവാദം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, പ്രതിപക്ഷത്തിന് കൂടുതൽ സമയം കൊടുക്കുന്നുണ്ട് സ്പീക്കർ എന്ന് പറഞ്ഞാണ്ട് LDF തന്നെ പറയുന്ന ഒരു ഇതിലോട്ട് പോയത്. ഭയങ്കര പക്വതയായിരുന്നു കേട്ടോ ആ ഒരു വിഷയത്തിൽ. സ്പീക്കർ എന്ന രീതിയിൽ ഷംസീർ തികഞ്ഞ വിജയമായിരുന്നു എന്ന് തന്നെ തോന്നിയിട്ടുള്ളതാണ്. എല്ലാവർക്കും പ്രശംസിക്കാൻ തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഷംസീർ എങ്ങനെ തഴയപ്പെട്ടു എന്നുള്ളതും നമുക്കറിയാം. കോടിയേരിക്ക് ശേഷം, കോടിയേരിയുടെ മരണശേഷം, കോടിയേരിയുടെ ഒരു സിമന്തപുത്രനെ പോലെയായിരുന്നു ഷംസീർ. അത്രയും അടുത്ത ഒരു ബന്ധമായിരുന്നു എന്നറിയാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം ശരിക്കും ഷംസീറിനെ ഇവർ താത്തിക്കളയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും റിയാസ് ഇരിക്കേണ്ട പദവി ശരിക്കും ഷംസീറിന് വെച്ചതായിരുന്നു. ഷംസീർ ശരിക്കും ഷംസീറിന്റെ ഒരു രാഷ്ട്രീയത്തിലെ പരിചയമൊക്കെ വെച്ച് നോക്കിയാൽ റിയാസിന് അങ്ങോട്ടേക്ക് ആദ്യ തവണ മന്ത്രിയായിട്ട് വരാനുള്ള യാതൊരു യോഗ്യത. പക്ഷെ ഷംസീറിനെ തള്ളിക്കളഞ്ഞിട്ട് സ്പീക്കർ പദവി കൊടുത്ത് ഒതുക്കി റിയാസിനെ അവിടെ കയറ്റിയിരുത്തേ ചെയ്ത. അതിൽ ആദ്യം മുതലേ അതൃപ്തി അദ്ദേഹത്തിനുണ്ട് താനും. പക്ഷെ ഇപ്പോൾ ഇപ്രാവശ്യത്തെ തോൽവിക്ക് ശേഷം ഷംസീർ ചില സൈബർ ഇടങ്ങളിൽ കണ്ടു ഷംസീർ CPMൽ നിന്ന് പുറത്തേക്ക് പോവുകയാണോ എന്നുള്ളൊരു ചോദ്യം. ഷംസീർ CPM വിടുന്നു, അത് വിടുവോ ഇല്ലേ എന്നുള്ളതിലേക്ക് നമ്മൾ വരുന്നില്ല. പക്ഷെ ഷംസീർ കൃത്യമായിട്ടും ഇപ്പോൾ തലശ്ശേരിയിൽ നടന്ന സമ്മേളനത്തിൽ CPMന്റെ തോൽവിക്കെതിരെ സ്വയം പരാമർശങ്ങൾ, അതായത് സ്വയം തോൽവി സമ്മതിച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. CPMന്റെ ഇപ്പോഴത്തെ ഒരു അധപ്പതനം അല്ലെങ്കിൽ ഈ തോൽവി ശരിക്കും എരന്ന് വാങ്ങിയതാണ് എന്ന് ഷംസീർ തന്നെ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ബംഗാളിനേക്കാളും ബംഗാളിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ CPM കൂപ്പുകുത്തും എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞ് പറയുകയാണ്. ഈ ഒരു പലരും അതിന് താഴെ കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ TP ചന്ദ്രശേഖരന് വന്നതുപോലെ ഇന്നോവ കാർ വരുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചോളൂ എന്ന്. ഇന്നോവ അത്തരത്തിൽ ശരിക്കും ഷംസീറിൻ്റെ ഒരു തുറന്നു പറച്ചിൽ ശരിക്കും CPMനായിട്ട് ഒരു അടി തന്നെ ആയിരിക്കണം. അപ്പം എനിക്കൊണ്ട് ഷംസീർ മാത്രമല്ല, ഇപ്പം ഈ എന്താ പറയുക, ഈ നിയമസഭാ ഇലക്ഷൻ 2026 നിയമസഭാ ഇലക്ഷന് തോറ്റതിന് ശേഷം ആദ്യമായിട്ട് പാർട്ടി യോഗങ്ങൾ ചേരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി മുതലാണ് സാധാരണ തുടങ്ങാറുള്ളത്. അല്ല, CPMന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെത്തട്ടിലുള്ളത്, അതായത് അവരുടെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം പറയുന്നു, അത് താഴെത്തട്ടിലുള്ളവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സമ്പ്രദായമാണ്. പക്ഷേ ഇപ്രാവശ്യം തോറ്റു കഴിഞ്ഞപ്പോൾ MA ബേബിയാണ് ആദ്യം പറഞ്ഞത്, തോൽവിയുടെ കാരണങ്ങൾ നിങ്ങൾക്ക് തുറന്നടിച്ച് പറയാം, പാർട്ടി തിരുത്താൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പല നേതാക്കന്മാരും വന്നായിരുന്നു. P ജയരാജൻ അടക്കമുള്ള, ശ്രീമതി ടീച്ചർ അടക്കമുള്ള, ശൈലജ ടീച്ചർ അടക്കമുള്ള ഒരു തലമുറ, ഒരു വലിയ നിര തന്നെ അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ്റെയും ഇവരൊക്കെ പേര് വരും. പക്ഷേ ഇത്തരത്തിൽ എന്താ പറയുക, ബംഗാൾ പോലെ പാർട്ടി ഇല്ലാണ്ടാവുന്നു എന്നുള്ളൊരു തുറന്നു പറച്ചിലിന് ആരെങ്കിലും പറഞ്ഞു. അപ്പോൾ ഷംസീർ മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇത്തരത്തിൽ എന്താ പറയുക, മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഇത്ര രൂക്ഷമായിട്ട് പറഞ്ഞ കാര്യം. ഇത്തരം ഒരു കാര്യം TP രാമകൃഷ്ണൻ ആദ്യം പുറത്ത് പറഞ്ഞൊരു കാര്യം. പക്ഷെ അതിനേക്കാളും ശരിക്കും ഒരു വാല്യൂ വന്നത് ഇപ്പോൾ തലശ്ശേരിയിൽ വെച്ച് ഷംസീർ പറഞ്ഞ വാചകങ്ങളാണ് കൂടുതലും അവരെ ഉലച്ചിട്ടുണ്ടാവുന്നത്. ഷംസീറിന് അത് പറയാനുള്ള അധികാരം ഉണ്ട് താനും. ഷംസീർ ഒതുങ്ങിപ്പോയ ഒരാളാണ്, ഒതുക്കി കളഞ്ഞതാണ്, മനഃപൂർവ്വം മരുമകന് വേണ്ടി ബലി കൊടുത്തതാണ് ഷംസീറിനെ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും നമുക്ക്. ഷംസീറിന് കിട്ടേണ്ട സ്ഥാനമാനങ്ങളായിരുന്നു, അല്ലെങ്കിൽ അയാളെ തഴഞ്ഞിട്ടാണ് ആ ഭാഗത്തേക്ക് മരുമകനെ കയറ്റിയിരുത്തിയത്. ഇത്രയൊക്കെ ചെയ്തിട്ടും പാർട്ടി ഉയർത്തിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. പാർട്ടിയുടെ ഒരു അധപതനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ CPMലെ പല നേതാക്കന്മാരും ഇപ്പം ഇപ്രാവശ്യം തന്നെ നല്ലൊരു ശതമാനം, ഏകദേശം 60 ലക്ഷത്തിൻ്റെ മുകളിൽ വോട്ടുകളാണ് CPMൽ നിന്ന് പോയിട്ടുള്ളത്. അത് കോൺഗ്രസിലോട്ടും BJPയിലോട്ടാണ് പോയിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ CPMന്റെ കേഡർ വോട്ടുകളാണ് പോയിട്ടുള്ളത്. CPMന്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാൽ അവരെ കേഡർ വോട്ട് മറിയില്ല എന്നുള്ളതാണ്. ബാക്കി കോൺഗ്രസിൻ്റെ വോട്ടൊക്കെ ഓരോ കാലഘട്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ഇങ്ങോട്ടുള്ള വോട്ടാണ്. അത് പലപ്പോഴും ഗ്രൂപ്പിസം നേതാക്കന്മാർക്കുള്ളതാണ്. പക്ഷേ CPMന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കേഡർ പാർട്ടി ബേസ്ഡ് വോട്ടാണ്. ആ വോട്ടിന് വിള്ളൽ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഇല്ലാണ്ടായി എന്നുള്ളതിൻ്റെ സത്യാവസ്ഥ. ഇങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ വെസ്റ്റ് ബംഗാളും ഇല്ലാണ്ടായത്. ആദ്യം ഈ പറഞ്ഞ പോലെ BJPക്ക് വെറും 3 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ 2016. പിന്നീട് 2021 എത്തിയപ്പോൾ അത് 77 സീറ്റായി.
2026 എത്തിയപ്പോൾ അത് 207 സീറ്റായി. അപ്പം ഘട്ടം ഘട്ടമായിട്ടാണ് BJP വളർന്നത്. അതൊന്നും പോയത് മൊത്തം ഈ പറഞ്ഞ പോലെ ആദ്യം പിന്നെ ഈ പറഞ്ഞ തീരെ ഇല്ലാണ്ടായിരുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരെ CPM ആയിരുന്നു. CPM-ൽ നിന്ന് അത് തൃണമൂൽ കോൺഗ്രസ് പിടിക്കുന്നു, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് BJP പിടിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ CPM ഇല്ലാണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇപ്പം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വിരലിച്ചുകൊണ്ടുവന്നത്. ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അക്കമിട്ട് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ രീതിയിലുള്ള പാളിച്ചയാണ് ഇപ്രാവശ്യം CPM-ന് പറ്റിയിരിക്കുന്നത് എന്നുള്ളത്. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിലൊക്കെ CPM-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം തെറ്റായിരുന്നു എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ പ്രചാരണങ്ങളിൽ അങ്ങനെ ഒരു പ്രചാരണം തന്നെ ഉണ്ടായിരുന്നു. പലരും അതിനെ തള്ളിക്കളഞ്ഞു. തളിപ്പറമ്പിലൊക്കെ നിന്നതാരാന്ന് നമുക്കറിയാം. അത് തെറ്റായിരുന്നു എന്ന് പല നേതാക്കളും പറയുമ്പോഴും അത്തരത്തിൽ പ്രചരണം വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഷംസീർ തന്നെ പറയുകയാണ് ആ പ്രചരണത്തിൽ വസ്തുതയുണ്ട്. അല്ല, അത് ഈ പറഞ്ഞ പോലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യയാണ് ശ്യാമള ടീച്ചറിനെ അവിടെ നിർത്തിയത്. സ്വാഭാവികമായിട്ടും അതിനുശേഷം പിന്നീട് MV ഗോവിന്ദൻ എന്താ പറഞ്ഞത്, അത്തരത്തിൽ പാർട്ടി ഒന്നുകൂടി ശ്രദ്ധ കൂടുതൽ കൊടുക്കണമായിരുന്നു. ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ വന്നതോടുകൂടി പാർട്ടി തോൽക്കാനുള്ള ഒരു കാരണമായി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തോൽവി അംഗീകരിച്ചവർ ഇത്തരത്തിലുള്ള ശ്യാമള ടീച്ചർ നിർത്തിയത് തോൽവിയായി എന്നുള്ളത്. പക്ഷെ അതിന് പറഞ്ഞ പോലെ ഒരു കുടുംബാധിപത്യത്തിലോട്ട് പോകുന്നു എന്നുള്ള തരത്തിലോട്ട് UDF ക്യാമ്പയിനിങ് നടന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതല്ല എന്നുള്ളത് പാർട്ടിക്കാർക്ക് വരെ കൃത്യമായിട്ട് അറിയാം. മറ്റൊരു കാര്യം അവർ പറയുന്നത്, സാമുദായിക നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിൽ CPM-ന് പരാജയം അല്ലെങ്കിൽ LDF-ന് പരാജയം സംഭവിച്ചു എന്ന് കൂടി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം സാമുദായിക നേതാക്കന്മാർ എക്കാലത്തും CPM കൂടെ കൂട്ടാറുണ്ട്. അതിപ്പോൾ G സുകുമാരൻ നായരായാലും NSSൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് വോട്ട് കിട്ടാം. പക്ഷേ സ്വാഭാവികമായിട്ട് NSSൻ്റെ വോട്ട് കിട്ടാറുള്ളത് കോൺഗ്രസിനും BJP-ക്കും ആണ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടാണ്. അത് സ്വാഭാവികമായിട്ട് എല്ലാ കൊല്ലവും കിട്ടാറുള്ളത് CPM-ന് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ തമ്മിലുള്ള വെള്ളാപ്പള്ളി നടേശനെ ഇന്നേ വരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ കാറിൽ ഒരാരും കയറ്റിയിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനെ മാത്രമാണ്. പലപ്പോഴും അതേ പച്ചക്ക് വർഗീയത പറയുമ്പോഴും ഇത്തരത്തിലുള്ള മുസ്ലിം ഭൂരിഭാഗം കൂടുതലുള്ള ഏരിയയിൽ ഇത്തരത്തിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള, പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള സാമാന്യ ബോധ്യത ഇല്ലാണ്ടാണ് ഇവർ ഞാൻ വിചാരിക്കുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം നഷ്ടപ്പെട്ടത്. ലാസ്റ്റ് വെച്ചെങ്ങാണ്ട് ക്രിസ്ത്യൻസിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ടും CPM നഷ്ടപ്പെട്ടു. ഇതൊന്നും പോവില്ല എന്ന് അവർ വിചാരിച്ചതായിരുന്നു. ഹിന്ദു വിഭാഗത്തിൻ്റെ വോട്ട് പോകുന്നതെന്ന് മനസ്സിലായിട്ടാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയതായിരിക്കും. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് എന്താ പറയുക, നമ്മൾ പറയാറില്ലേ, കക്ഷത്തിൽ കിട്ടൂല ഒക്കത്തിൽ പോവുകയും ചെയ്തു എന്നുള്ള അവസ്ഥയിലാണ്. അതേപോലെ ഉണ്ടായതെന്നുള്ള സത്യാവസ്ഥ. അതെ, ഈ ഒരു വിഷയത്തിൽ ഷംസീറിൻ്റെ ഈ വാചകം തന്നെ ശരിക്കും ചെന്ന് പതിക്കുന്നത്, ഇപ്പോൾ ഫവാസ് പറഞ്ഞ കാര്യം അത് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനെയാണ് എയിം ചെയ്തതെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കയറ്റിയ വിഷയത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൽ തോൽവി സംഭവിച്ചു എന്ന് ഷംസീർ പറയുന്നത് പിണറായി ചെയ്തത് ശരിയായിരുന്നില്ല എന്ന് തുറന്ന് സമ്മതിക്കലാണ്. അപ്പോൾ ഈ കമന്റിൽ കാര്യമുണ്ട് കേട്ടോ. ഇന്നോവ വന്നാലും ഭയപ്പെടേണ്ടതില്ല, അതിശയിക്കാനില്ല. ഇന്നോവ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു മാഷാ അല്ലാന്ന് ഇതിൽ ഇന്നോവ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്ത് പോകുന്നവരെപ്പോഴും എന്താ പറയുക കരുതിയിരിക്കേണ്ട ഒരു സാധനമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഷംസീറൊന്നും അങ്ങനെ പോകുന്നുള്ളതുള്ളൂ. കാരണം അദ്ദേഹമൊക്കെ അടിയുറച്ച പാർട്ടിക്കാരനാണ്. നല്ല നേതാവാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഞാൻ അത്ര അറിയുന്ന ഒരാളെന്നല്ല ഷംസീറിനെ. പക്ഷെ കേട്ടോടത്തോളം അദ്ദേഹത്തിന് എന്നാൽ അടിത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയമുള്ള നേതാവാണ്. CPM-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ താഴെത്തട്ടിൽ പ്രവർത്തിച്ച് വന്നവരാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പാർട്ടി കൈകാര്യം ചെയ്യാനും ഭരണ കേന്ദ്രത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഭരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ നല്ലൊരു നേതൃത്വ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യമുള്ളതാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഇരിക്കാൻ കഴിവുള്ള നേതാവ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മരുമകൻ ഉണ്ടാകുമ്പോൾ തടയപ്പെട്ടു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് രണ്ടുപേരും യുവാക്കളാണ്. രണ്ടുപേരും കഴിവുള്ളവർ കുറച്ച് നോക്കുകയാണെങ്കിൽ അത് ഷംസീറിൻ്റെ തട്ട് താന്നുകൊണ്ട് തന്നെ ഇരിക്കുള്ളൂ. പക്ഷെ എന്ത് പറയാനാ, അപ്പുറത്ത് പിണറായി വിജയൻ എന്നുള്ളൊരു പേരുണ്ടാകുമ്പോൾ ഷംസീർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, മരുമകനെ കൊടുക്കുള്ളൂ പിണറായി വിജയൻ എന്നുള്ള സത്യാവസ്ഥ. കാരണം പിണറായി എന്ന് പറഞ്ഞാൽ പാർട്ടിയാണ്, പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായിയാണ്. MV ഗോവിന്ദനെല്ലാം പേരിന് മാത്രമേ അവിടെ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഷംസീർ വരാത്തതിൽ വലിയ അത്ഭുതമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കോടിയേരിയുടെ വിയോഗം അതെല്ലാം നന്നായിട്ട് പാർട്ടിയെ ബാധിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ്.